മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷവും തൃശൂർ പൂരം പ്രതിസന്ധിയിൽ പരിഹാരമായില്ല. എക്സിബിഷൻ ഗ്രൗണ്ട് സൗജന്യമായി അനുവദിക്കണമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ടി.എൻ. പ്രതാപൻ എം.പിയും ആവശ്യപ്പെട്ടു. കോടതിയിൽ സർക്കാർ നിലപാട് അറിയിക്കുമെന്ന് മന്ത്രിമാരും അറിയിച്ചു. തൃശൂർ പൂരം പ്രതിസന്ധി പരിഹാരമാകാതെ നീളുകയാണ്. പ്രശ്നപരിഹാരത്തിനായി നടന്ന ചർച്ചയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഗ്രൗണ്ട് സൗജന്യമായി അനുവദിക്കണമെന്ന് തൃശൂർ എം.പി. ടി.എൻ. പ്രതാപനും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ആവശ്യപ്പെട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തങ്ങളെ തെരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുകയാണെന്ന് ഇരു ദേവസ്വങ്ങളും ആരോപിച്ചു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വർദ്ധിച്ച തുകയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പഴയ സ്റ്റാൻഡിൽ നിന്നും ഒരു അടിമുണ വിട്ടുമാറാൻ തീരുമാനമില്ല. അതായത് നമുക്ക് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഒരാളെ ദ്രോഹിക്കാം. അതേ ഒരു കാര്യമാണ് ഇവിടെ ബോർഡ് ചെയ്തിട്ടുള്ളൂ. നിരവധി സൗജന്യങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സൗജന്യമായി കൊടുക്കാവുന്ന രീതിയിലുള്ള നയപരമായ തീരുമാനം ഗവൺമെന്റ് എടുക്കണം. അതേസമയം പൂരം തടസ്സമില്ലാതെ നടത്താൻ വേണ്ട നിലപാടുകൾ കോടതിയിൽ കൈക്കൊള്ളുമെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും വ്യക്തമാക്കി. കോടതി വിധി അന്തിമമാണ്. അപ്പോൾ ആ വിധി വരും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാകും. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും. ചർച്ചയുടെ ഒരു ആകത്തുക തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും. അതിലൊരു തടസ്സവും ഉണ്ടാകില്ല. ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കും. തറവില കുറയ്ക്കാതെ മുന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വങ്ങൾ. 4-ാം തീയതിയിലെ കോടതി വിധിയെ ആശ്രയിച്ചായിരിക്കും ഇനി പൂരം പ്രതിസന്ധിയുടെ പ്രശ്നപരിഹാര സാധ്യതകളും. റിപ്പോർട്ടർ, തൃശൂർ.